വ്യക്തിക്കും നമ്മൾ മരിച്ചു കഴിയുമ്പോഴേ നമ്മൾ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ മരിക്കുന്നുള്ളൂ. ഐ ഡൺ എ ഷോ ഫോർ ദ ഗ്രാൻഡ് മദേഴ്സ്. 50 വയസ്സ് മുതൽ 50 വയസ്സ് മുതൽ 100 വയസ്സ് വരെ എത്ര ഗ്രാൻഡ് മദേഴ്സ് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നു. കാരണം ഓരോ വ്യക്തികൾക്കും അവരൊരു ആഗ്രഹങ്ങൾ തീരാൻ, അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സെക്ഷൽ ഇതാണ് അല്ല, ഒരിക്കലും അവരൊരു ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി എനിക്ക് 100-ൽ പരം കണ്ടസ്റ്റൻസ് ഓഡിഷന് വേണ്ടി വന്നു. അതൊന്നും നമുക്ക് എല്ലാരും സ്റ്റേജിൽ മരിക്കുന്നില്ല ഇല്ല. 92 വയസ്സായ മുത്തശ്ശിയാണ് ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശി ഞങ്ങൾക്ക് റാമ്പിൽ നടന്നത്. സാറ് പറഞ്ഞ പോലെ ബയോളജി സാറല്ല, കോമൺ ആയിട്ട് പറയാം. ബയോളജിയിലും അല്ലെങ്കിൽ നമ്മള് ഡോക്ടേഴ്സ് പഠിക്കുന്നതിലും അവിടെയും നേക്കഡ് ആയിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. അതിനെ ഒരു തിയറി ആയിട്ടും ഫാഷൻ ഷോയിനെ ഒരു നഗ്നത പ്രദർശനമായിട്ടും എന്തുകൊണ്ട് കാണുന്നു? അതിനെ നമുക്കൊരു ആർട്ട് ഫോം ആയിട്ട് കണ്ടാൽ ഈ ചിന്തകൾ വ്യത്യാസം വരത്തില്ലേ? ഇതെല്ലാം ബയോളജി അല്ല, സൈക്കോളജി കൂടി ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പേരിലെന്നറിയോ? ഈ ഇത്തരത്തിലുള്ള ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ സെക്ഷലൈസ് ചെയ്യുന്നു എന്നതിന്റെ പേരിൽ മാത്രം. എന്നിട്ട് അവർ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ കുട്ടികളെ സെക്ഷലൈസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു. എന്തിന്റെ പേരിൽ? സൊസൈറ്റിയിൽ ഈ ഫാഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ചിന്തകൾ വ്യാപകമായതിന്റെ പേരിൽ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഫിറ്റ് ഇൻ ആവുന്നില്ലല്ലോ എന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൽഫ് എസ്റ്റീമും അതേപോലെ തന്നെ ബോഡി ഇമേജ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയും യൂറോപ്പിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് സൈക്കോളജിയാണ്, ബയോളജി മാത്രമല്ല സൈക്കോളജി. ഇവിടെ പറഞ്ഞു മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടല്ലോ. ഒരു വളരെ കൃത്യമായി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യം സൊസൈറ്റിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആ രൂപത്തിലല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് കൺട്രോൾ ചെയ്യണം. സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങൾക്ക് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പക്ഷേ ഇത് ഉട്ടോപ്യൻ സൊസൈറ്റി അല്ല. ഇവിടെ ഗോവിന്ദസ്വാമിമാരുണ്ട്, പലതരം ചിന്താഗതിക്കാരുണ്ട്, ഞരമ്പ് രോഗികളുണ്ട്. അവർ ഉള്ള സൊസൈറ്റിയിൽ കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ അറ്റ്ലീസ്റ്റ് ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അതാണ് പറഞ്ഞത്. അവിടെയാണ് നമുക്ക് തലയിൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന സമയത്ത് സെക്സ് തോന്നുന്നു പറഞ്ഞു. ആ സമയത്ത് ഇപ്പഴത്തെ ഹോർമോണിൽ പോലീസിന് ഓർമ്മ വരുന്നു സാർ പറഞ്ഞില്ല. ആ വിഷയത്തിൽ മാത്രം ഒരു ശാസ്ത്ര പഠനം നടന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് അവിടെ കൃത്യമായി പുരുഷന്മാരിൽ മാത്രം നടത്തിയ ശാസ്ത്രീയ പഠനം പറയുന്നത് വെച്ചാൽ 35% പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആണെന്നാണ്. അവർക്കെല്ലാവർക്കും ഒരു കോൺസിക്വൻസ് യെസ്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ട് 35% പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണ്. എന്ന് വെച്ചാൽ കോൺസിക്വൻസുകൾ ഇല്ലെങ്കിൽ റേപ്പ് ചെയ്യും ഞാൻ, അതെന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയെ ഉപദ്രവിക്കും ഞാൻ എന്ന് പറയുന്നവരാണ് സൊസൈറ്റിയിലെ 35% പുരുഷന്മാർ. ആ സൊസൈറ്റിയിലാണ് നമ്മൾ ഇറങ്ങി ജീവിക്കുന്നത്. അവിടെ ഒരു മിനിമൽ നിങ്ങൾ ഇതും സൗന്ദര്യ മത്സരം ടോപ്പിക്ക്. സൗന്ദര്യ മത്സരത്തിൽ ഇത്രയും ബയോളജിയും സൈക്കോളജിയും ഈ ഇതുപോലത്തെ കോളേജിയൊക്കെ എന്താ ആവശ്യം? നിങ്ങൾ സോഷ്യലിൽ ഒരു മനുഷ്യനെ പ്രദർശിപ്പിക്കുമ്പോൾ അതിന്റെ ഈ സാമൂഹ്യപരമായ മാനങ്ങൾ നോക്കണം. അതായത് ഒരു സിനിമ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ പബ്ലിക്കിന്റെ മുന്നിൽ ഒരു പ്രദർശനം നടത്തുമ്പോൾ അതിന് സോഷ്യലി ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അത് ഈ പറഞ്ഞ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു വിഭാഗം കുഞ്ഞുങ്ങളെ അല്ലെ ഒരു വിഭാഗം സ്ത്രീകളെ മറ്റൊരു തരത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ്. എല്ലാത്തിനും അടച്ചാക്ഷേപിച്ചതല്ല. ഇതിനകത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കൊള്ളാം, അല്ലെ അത് കൊള്ളാം, ആ രീതിയിൽ അതിനെ മാറ്റിവെക്കാൻ ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ പോലെ വിളിച്ചു പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.